വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോൾ ചേരുന്നുണ്ട്. ആന്റണി, നദിക്കടിയിൽ ഒരു ട്രക്ക് കണ്ടെത്തിയെന്ന് കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈര ഗൌഡ വ്യക്തമാക്കിയിരിക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഷിരൂരിലെ ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു സ്ഥിരീകരണം, ഏറ്റവും നിർണായകമായ കണ്ടെത്തലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. കർണാടകയുടെ റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരഗൌഡ അദ്ദേഹത്തിന്റെ ട്വീറ്റിലാണ് ഇക്കാര്യം പറയുന്നത്. അതായത് ഒരു ട്രക്ക് വെള്ളത്തിനടിയിൽ, നദിക്കടിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആ ട്രക്ക് ഏതാണെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും ഇന്ത്യൻ നേവിയുടെ, നാവികസേനയുടെ ഡൈവേഴ്സ് അവർ ഇപ്പോൾ തന്നെ പുഴയിലേക്ക് അടിയിൽ പോയി ഇത് ആങ്കർ ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിനടുത്തേക്ക് എത്താനുള്ള ശ്രമം നടത്തുകയാണ്, അല്ലെങ്കിൽ ആ ശ്രമത്തിലേക്ക് അവർ പോവുകയാണ് എന്നുള്ളൊരു കാര്യമാണ് കൃഷ്ണ ബൈരഗൌഡ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും 9ാം ദിവസമാണ്. 9ാം ദിവസത്തിനിടയിലും ഇന്ന് രാവിലെ അടക്കം സോണാർ, റഡാർ സിഗ്നലുകൾ അടക്കം പരിശോധിച്ചുള്ള തെരച്ചിൽ നടക്കുന്നതിനിടെ ആണിപ്പോൾ ഏതായാലും നിർണായകമായ ഒരു കണ്ടെത്തൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ നാവികസേന പുറത്തുവിട്ട ഒരു ദൃശ്യം, അല്ലെങ്കിൽ ഒരു സോണാർ ഇമേജ് നമ്മൾ കണ്ടിരുന്നു. അതിൽ ഈ നദിക്കടിയിൽ ഈ ഒരു ലോഹഭാഗമുണ്ട് എന്നുള്ളത് അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതായാലും ഒരു ട്രക്കാണ് അതെന്നുള്ളത് ഇപ്പോൾ കർണാടകയുടെ റവന്യൂ മന്ത്രി സ്ഥിരീകരിക്കുന്നു. പക്ഷേ അത് അർജുന്റെ ട്രക്കാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അത് വേറെ ഏതെങ്കിലും ട്രക്കാകാനുള്ള സാധ്യതയുണ്ട്, അതൊന്നും സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ നദിക്കടിയിൽ ഒരു ട്രക്ക് ഉണ്ട്, ഒരു ട്രക്ക് ഇപ്പോൾ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. കൃത്യമായി തന്നെ ആ ട്രക്ക് അവിടെ ഉണ്ട്. അതിനടുത്തേക്ക് ഇപ്പോൾ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധന്മാർ എത്തും. അവരതിനെ അത് മുകളിലേക്ക് ഉയർത്താനുള്ള ശ്രമത്തിലേക്ക് പോകുമെന്നുള്ളതാണ് കൃഷ്ണ ബൈരഗൌഡ ട്വീറ്റ് ചെയ്യുന്നത്. ഏതായാലും അർജുന്റെ സംഭവവുമായി ബന്ധപ്പെട്ട്, അർജുൻ വിഷയത്തിൽ ഏറ്റവും നിർണായകമായ കണ്ടെത്തൽ ഈ 9ാം ദിവസത്തിൽ ഇതുവരെയും ഒരു സൂചന പോലും ഈ ട്രക്കിനെ കുറിച്ച് ഉണ്ടായിരുന്നില്ല. പലയിടങ്ങളിൽ മണ്ണ് നീക്കി നോക്കിയിരുന്നു. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ലോങ് ബൂം എക്സ്കവേറ്ററുകൾ കൊണ്ടുവന്ന് ഈ കരയ്ക്കും അതുപോലെ തന്നെ മൺകൂന രൂപപ്പെട്ട ആ പ്രദേശത്ത് തെരച്ചിൽ, അല്ലെങ്കിൽ ആ മണ്ണ് നീക്കിയുള്ള പരിശോധന നടക്കുകയാണ്. ഈ ഘട്ടത്തിലൊന്നും ഒരു വിവരങ്ങളും ലഭിച്ചിരുന്നില്ല. ഏതായാലും ഇപ്പോൾ കർണാടകയുടെ റവന്യൂ മന്ത്രി ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. നിർണായകമായ വിവരം. ഏതായാലും കേരളത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ ആശ്വാസത്തിന്റെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരു ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു. ഇനി ആ ട്രക്ക് അർജുന്റെ ട്രക്ക് തന്നെയാണോ എന്നുള്ളതാണ് സ്ഥിരീകരിക്കേണ്ട കാര്യം. ഏതായാലും അതും ഉടനെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് റവന്യൂ മന്ത്രി വ്യക്തമാക്കുന്നത്. ആന്റണി, ഒരു ട്രക്ക് നദിക്കടിയിൽ കണ്ടെത്തിയിരിക്കുന്നു. ഇനി ആധുനിക രീതിയിലുള്ള തിരച്ചിൽ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള ഒരു തിരച്ചിലാണ് ഇനി ഉണ്ടാവുക. കാലാവസ്ഥയൊക്കെ ഇപ്പോൾ അനുകൂലമാണോ? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഈ ട്രക്ക് കണ്ടെത്തുന്നതിന് വേണ്ടി മുങ്ങൽ വിദഗ്ധർ എത്രയും പെട്ടെന്ന് നദിയുടെ അടിത്തട്ടിലേക്ക് പോകുമെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സമായിട്ട് മുമ്പിലുള്ളത് വലിയ വെള്ളച്ചാട്ടത്തിൽ വൻ മരങ്ങളടക്കമുള്ളവ ഈ നദിയുടെ അടിത്തട്ടിലേക്ക് വീണിട്ടുണ്ട്. വലിയ ശിഖരങ്ങളുള്ള വൻ മരങ്ങളടക്കമുള്ളവ അതിലേക്ക് വീണിട്ടുണ്ട്. ഒപ്പം തന്നെ പാറകൾ വലിയ രീതിയിൽ വന്നിട്ട് അടിഞ്ഞു ചേർന്നിട്ടുണ്ട്. അതിൻ്റെ അടിയിലാണോ ട്രക്ക്, ഇനി അതിൻ്റെ മുകളിലാണോ? എന്തായാലും അതെല്ലാം കഴിഞ്ഞ് അതിനെല്ലാം അതിജീവിച്ച് ട്രക്കിന് അരികിലേക്ക് എത്തുക എന്നുള്ളതും ഇനിയുള്ള നിമിഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കീർണത വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ആ ട്രക്ക് ഇനി ഏതാണെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അർജുന്റെ ട്രക്ക് തന്നെയാണോ എന്നുള്ളതാണ് ആദ്യം സ്ഥിരീകരിക്കപ്പെടേണ്ട ഒരു കാര്യം. പിന്നീട് അത് ഉയർത്തുന്നതടക്കം, കാരണം പുഴയിൽ പലതരത്തിൽ ഇങ്ങനെ മൺകൂനകളടക്കം അടിഞ്ഞു കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ ഉരുൾപൊട്ടലിന്റെ ഭാഗമായി. അത്തരത്തിൽ അത് ഉയർത്തിക്കൊണ്ടുവരിക അടക്കമുള്ള കാര്യങ്ങൾ, അതിനടുത്തേക്ക് എത്തുന്ന കാര്യത്തിലടക്കം പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ മുങ്ങൽ വിദഗ്ധർക്ക് താഴേക്ക് പോകാൻ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയായി നിന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ശക്തമായ അടിയൊഴുക്കാണ് ഗംഗാവാലി പുഴയിൽ ഉണ്ടാകുന്നത്. ഇന്നും അത് തന്നെ തുടരുകയാണെന്ന് പലപ്പോഴും അവർ അവിടെ നിന്ന് തിരിച്ചു കയറുന്ന സാഹചര്യം അടക്കമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ അടിയൊഴുക്ക് ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നു. പക്ഷേ രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ച് ഇത് വലിയ, അല്ലെങ്കിൽ ഈ വാർത്ത കാണുന്ന ആളുകളെ, ഈ കഴിഞ്ഞ 9 ദിവസവുമായി ഈ വാർത്തയെക്കുറിച്ച് അതിന്റെ പുറകെ പോകുന്ന ആളുകളെ സംബന്ധിച്ചൊക്കെ വലിയ പ്രതീക്ഷ നൽകുന്ന. കാർവാർ MLA ഇപ്പോൾ ടെലിഫോൺ